ഇനിതാ അടുത്ത കണ്ടോളിട്ടോ. ഇപ്പൊ പുതിയ വിഷയം, അതിൽ വാർത്ത വരികയാണ്. ഇടകലർന്ന് ഇരിക്കുന്നത് പാടില്ല, അനുവദിക്കില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വെച്ചോടുക്ക്. സംഘടനം സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ച് കൂടി ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടുത്തെ ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, വളരെയധികം ചിന്തിക്കണം. അതിന് എല്ലാവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്നുകൂടി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്ന് തന്നെ നമ്മൾക്കെതിരായി പത്രത്തിൽ ധാരാളം വരുന്നു. എന്താ, ഈ മുസ്ലിയാക്കന്മാർ യാഥാസ്ഥികന്മാരാണ്, അവർക്ക് ലോകം തിരിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ലോകം ഉദ്ദേശിച്ചിട്ടുണ്ട്, മറ്റേ ലോകം ഉദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ എന്താ പാസ്സാക്കുന്നത്? പത്രക്കാരും ചാനലുകാരൊക്കെ ആഘോഷിച്ചൊരു പ്രസ്താവനയാണ്. സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് ഇരുന്നു കൊണ്ടുള്ള ഏത് പദ്ധതിയെയും ഞങ്ങൾ എതിർക്കും. അതാണല്ലോ പറഞ്ഞത്. അപ്പൊ പിന്നെ നിങ്ങളെ സ്ഥാപനത്തിൽ രണ്ടും ഒരുമിച്ചിരുന്ന് പഠിപ്പിക്കുമ്പോ ആ പദ്ധതിയെ നിങ്ങൾ ആദ്യം എതിർക്കണ്ടേ? അതവിടെ ഇരിക്കട്ടെ. ഇനി നോളേജ് സിറ്റിയിലേക്കൊന്ന് വരാം. ഇതൊക്കെ പൊതുസമൂഹത്തോട് പറയുന്നതിന് മുമ്പ് സ്വന്തം ശിഷ്യന്മാരും സ്വന്തം മക്കളും ഇവര് ചെയ്യുന്ന ഈ സംഭവത്തെ എതിർത്ത് ഇല്ലാതെയാക്കലാണ് അത്ര ആർജവവും തൻ്റെ ഇടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇടകലർന്നിരിക്കരുത് എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങളെ സ്വന്തം സ്ഥാപനമായ നോളേജ് സിറ്റിയിൽ എന്താ പഠിത്തം നടന്നു? ഒന്നും രണ്ടൊന്നല്ല, അതിലൊരു പരിപാടി, അതിലാണും പെണ്ണൊക്കെ ഒറ്റയ്ക്കിരുന്ന് ലാസ്റ്റ് സുലൈമാൻ ഉസ്താദ് ഇത് ശരിയല്ലായിരുന്നൊരു നോട്ടീസ് കൊടുത്താലോ. കൊടുത്ത സുലൈമാൻ ഉസ്താദ് ഒറ്റപ്പെട്ടു എന്നല്ലാതെ നടത്തിയ അക്കീമസരിന്റെ രോമത്തിന് പോലും ഒന്നും പറ്റിയില്ല. മകനെ സംരക്ഷിക്കുകയാണ് പിതാവ്. എന്നിട്ട് അപ്പിതാവ് എന്തിന് നാട്ടുകാരോട് പറയണം? ഇത് ചോദ്യമല്ലേ? ഇത് നോളേജ് സിറ്റിയിലെ പെൺ സാന്നിധ്യത്തെ കുറിച്ച് വന്ന വാർത്തയും അതിന്റെ വീഡിയോയും ഒന്ന് കണ്ടോളൂ. സംയുക്തമായാണ് 3 ദിവസം നീണ്ടുനിന്ന ക്ലൈമറ്റ് ആക്ഷൻ സമ്മിറ്റ് മാർക്കസ് നോളേജ് സിറ്റിയിൽ സംഘടിപ്പിച്ചത്. ശാസ്ത്രജ്ഞരും അധ്യാപകരും വിദ്യാർത്ഥികളടക്കം 40 രാജ്യങ്ങളിൽ നിന്നായി 200-ലധികം പ്രതിനിധികൾ സമ്മിറ്റിൽ പങ്കെടുത്തു. സമസ്തയുടെയും മാർക്കസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായി സദസ്സിലും വേദിയിലും വനിതകളുടെ പ്രാതിനിധ്യം സജീവമായിരുന്നു. പ്രഭാഷകരായും ശ്രോതാക്കളുമായെല്ലാം വനിതകളുണ്ടായിരുന്നു. പ്രത്യേക വേർതിരിവില്ലാതെയായിരുന്നു പങ്കാളിത്തവും. ഇതാണ് സമസ്തയ്ക്കകത്തും പുറത്തും ചർച്ചയാകാൻ കാരണം. സംഘടനയ്ക്കകത്ത് വലിയ ചർച്ചയായതിനെ തുടർന്ന് സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ പ്രസ്താവന പുറത്തിറക്കി. സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് വേദി പങ്കിടുന്ന വിഷയത്തിൽ സമസ്തയും സുന്നി പ്രസ്ഥാനവും നേരത്തെ സ്വീകരിച്ചു വരുന്ന നിലപാടുകളിൽ യാതൊരു മാറ്റവുമില്ലെന്ന് സുലൈമാൻ മുസ്ലിയാർ വ്യക്തമാക്കുന്നു. നോളേജ് സിറ്റിയിൽ നടന്ന ക്ലൈമറ്റ് സമ്മിറ്റിലെ സമസ്ത പാരമ്പര്യത്തിന് വിരുദ്ധമായി നടന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം തേടി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. അത് പ്രസ്താവന മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു നടപടിയോടെ നടക്കൂല. കാരണം എന്താണെന്ന് നിങ്ങള് ഇത് സംഘടിപ്പിച്ച ആളാരാ? അത് ഒന്നും രണ്ടോന്നല്ല, എത്ര ഉണ്ടത് നിങ്ങൾക്കറിയോ? മർക്കസിന്റെ മുറ്റത്ത് സ്റ്റേജ് കെട്ടിയിട്ട് പ്രായപൂർത്തിയായ പെൺമക്കളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അന്യ സ്ത്രീ പുരുഷ നോട്ടവും സ്പർശനവും പരസ്യമായി നടത്തിയപ്പോ അതിനെതിരെ പ്രസംഗിച്ച ഞങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തവരാണ് ഈ ടീം. എന്നിട്ടാ നിങ്ങൾ ഇവിടെ ചാരിത്ര പ്രസംഗം നടത്തുന്നത്, വേശ്യയുടെ ചാരിത്ര പ്രസംഗം. നിങ്ങളുടെ വാദമനുസരിച്ചാ ഞങ്ങൾ ചോദ്യം ചെയ്തത്. നിങ്ങൾ പറയുന്നു ഇടകലർന്നിരിക്കാൻ പാടില്ല, നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ ഇവിടെ? ഇപ്പൊ നിങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞില്ലേ, മെക്സവനെ കുറിച്ച് പറഞ്ഞില്ലേ? എങ്കിൽ നോളേജ് സിറ്റിയിൽ ഇത് അന്വേഷിക്കാൻ എന്തിനാ പോണ്? ആ സംഘടിപ്പിച്ച ആളെന്നെ മുഷാവറാങ്ങല്ലേ? സംഘടിപ്പിച്ച ആൾ വരട്ടെ, എന്താണ് സംഘടിപ്പിച്ചതെന്ന് പറയട്ടെ, വെച്ചുകൊടുക്ക്. ഈ ഒരു സന്ദേശം എത്തിക്കുന്നതിനും ആ യൂണിവേഴ്സിറ്റികളുടെ കരിക്കുലങ്ങളിൽ ഒരു ഗ്രീൻ കരിക്കുലം സൃഷ്ടിക്കുന്നതിനും എല്ലാം വേണ്ടിയുള്ള പദ്ധതികളാണിവിടെ ആസൂത്രണം ചെയ്യുന്നത്. സ്ഥിരമായി ക്ലൈമറ്റ് ആക്ഷൻ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയുള്ള ഒരു സമിതിയും ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. വിവിധ സെഷനുകളിലായി ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് പെണ്ണ് പ്രസംഗിച്ച് ഈ രൂപത്തിൽ എല്ലാ ഇവരുടെ സഖാഫികളും പങ്കെടുത്ത ആ നോളേജ് സിറ്റിയിലെ പരിപാടിയുടെ സംഘാടകൻ അബ്ദുൽ ഹക്കീം അസ്ഹരിയാണ്. അയാൾ നിങ്ങളെ മുഷാവറാങ്ങല്ലേ?
ഈ മുഷാവറ അംഗത്തെ മകനെ ആദ്യം പഠിപ്പിച്ച് ശരിയാക്കിയിട്ട് പോരെ മെക്സവനെ കുറിച്ച് സംസാരിക്കാൻ? എന്ത് അധികാരമുണ്ട് നിങ്ങൾക്ക്? സ്വന്തം ശിഷ്യൻ എന്തും ചെയ്യാം, മകൻ എന്തും ചെയ്യാം, അതിന് മിണ്ടാൻ പാടില്ല. മിണ്ടിയ സുലൈമാൻ മുസ്ലിയാർ പ്രസ്താവനയിൽ ഒതുക്കേണ്ടി വന്നു. അത് ചോദിക്കട്ടെ, ഞാൻ നടപടിയെടുക്കുമെന്ന് പ്രസ്താവന ഇറക്കിയിട്ട് മാസങ്ങളായില്ലേ? അബ്ദുൽ ഹക്കീം അസേരിക്കെതിരെ എന്തു നടപടിയാ നിങ്ങൾ എടുത്തത്? സുലൈമാൻ ഉസ്താദാണ് പുറത്താകുന്നല്ലാതെ വാപ്പിയും മകനും തൊടാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങൾ ആ ദീന് പറയാൻ വരുന്നത്? ഞാൻ എന്റെ പുറത്ത് നടക്കുന്ന പൂരം ഒന്ന് കാണിച്ചു കൊടുക്ക്. നിങ്ങൾക്ക് എന്ത് മെക്സവൺ? മിണ്ടരുത്. നിങ്ങൾ ദീന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ദീന് പറയേണ്ടത് മശായിഖന്മാരെ നിർദ്ദേശത്തിൽ പഠിപ്പിച്ച് അത് പറയാൻ ഏൽപ്പിച്ചവർ ഓരോ കാലഘട്ടത്തിലും ഹിക്മത്തോടെ ഒരു വിഷയം എങ്ങനെ പറയണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഔലിയാക്കന്മാരുണ്ട് ഇവിടെ. കിതാബിൽ കണ്ടത് അങ്ങനെ തന്നെ ഓരോ കാലത്തും വിളിച്ചു പറയാൻ പറ്റില്ല. അതൊരു കാലത്ത് പ്രായോഗികമായി എങ്ങനെ നടപ്പിലാക്കണം എന്ന് പറയുന്നവരുടെ നിർദ്ദേശത്തിലല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ അത് ഓ അബ്ദുള്ള പറയുന്നതും കാന്തപുര ബൂക്കർ മുസ്ലിയാർ പറയുന്നതും ഹുസൈൻ സലഫി പറയുന്നതും കുല്ലും സവാ, ദീനുമായി അതിന് യാതൊരു ബന്ധവുമില്ല. എന്നിട്ടല്ലേ ആധികാരികത? ഒരു ആ പോലുമില്ല. ആരോടാ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? അവിടെ നടക്കുന്ന പൂരം ഒന്ന് കാണിച്ചു കൊടുക്ക്. നമ്മളെ പള്ളിയും പള്ളി ഒന്നായിട്ട് ഉത്സവപ്പറമ്പായി. പള്ളി മൊത്തം പൂരപ്പറമ്പായി. ഏത് പള്ളിയാ നിങ്ങളാ കാണുന്നത്? നമ്മളെ കയ്യിൽ നിന്നൊക്കെ 1000 രൂപ തൊഴിൽ ഉസ്താദൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും പോയി 1000 രൂപയുടെ കൂപ്പൺ പിരിപ്പിച്ച് നിങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പള്ളി, ആ പള്ളി വന്നില്ല. ആ പള്ളി കോഴിക്കോട്ടായിരുന്നു വരേണ്ടിയിരുന്നത്. 25,000 ആളുകൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി. എന്നിട്ട് ആളുകളെ പറ്റിച്ച പള്ളിയാണ് നോളേജ് സിറ്റിയിലെ പള്ളി എന്ന് പറഞ്ഞു. നോളേജ് സിറ്റിയിലെ പള്ളി അതിനു മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അതിന് മുമ്പ് എഴുതിയ ബുക്കിൽ തന്നെ ഫോട്ടോ അടക്കണ്ട്. എന്നിട്ട് ഈ പൈസ മുഴുവനും നിങ്ങൾ നശിപ്പിച്ച് ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ ഈ മസ്ജിദുൽ ആസാർ എന്നും ഫുതൂഹ് എന്നൊക്കെ പേരിട്ട് കൊണ്ടുവന്ന പള്ളിക്ക് മുമ്പിൽ ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ദർശനവും സ്പർശനവും മാത്രമല്ല പരസ്പരം മിങ്കിളായി പരസ്പരം ഇടകലർന്ന് നിൽക്കുമ്പോ അതല്ലേ നിങ്ങൾ ആദ്യം പഠിപ്പിക്കേണ്ടത്? സ്വന്തം മൂക്കിന് താഴെയുള്ള ഇത്തരം ആചാരങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കാതെ ആളുകളെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ആർജവത്തോടെ പറയും ഇത് മാറ്റില്ല. നിങ്ങൾ എന്ത് പറയാൻ? സ്വന്തം വീട് നന്നാക്കാൻ ആദ്യം പോയി, എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ വരാം. ഇതാരും പറയൂലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവര് നോക്ക്. ഇവ പാണക്കാട് കുടുംബത്തിന്റെ മഹത്വം നമ്മൾ ഒരുപാട് പറഞ്ഞു. ഇവര് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, നേരത്തെ ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഈ സാദാത്യങ്ങളൊക്കെ ആളുകൾക്കിടയിൽ വലിയ സ്വാധീനമുള്ളവരാണ്. ഒരു തർക്കവും അതിലില്ല. കാരണം എന്താ? ആ കുടുംബത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് മഹാനരായ പാണക്കാട് പൂക്കോയത്തങ്ങളാണ്. പൂക്കോയത്തങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിയാം. ഞങ്ങളത് പ്രഖ്യാപിച്ചപ്പോ നിങ്ങളിപ്പോ പാണക്കാട് നിങ്ങളെ ആളായോ എന്ന് ചോദിച്ചവർ വന്നിരുന്നു. ഞങ്ങളുടെ നയം പറഞ്ഞു. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നയം എല്ലാ സാദാത്യങ്ങളെയും എല്ലാ തങ്ങന്മാരെയും ആദരിക്കണം എന്നതാണ്. സയ്യിദുൽ മജ്ഫിരി തങ്ങളെ ആദരിക്കണം, അതുപോലെ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പനെ ആദരിക്കണം, സയ്യിദ് എന്ന നിലയ്ക്ക് എല്ലാവരെയും ആദരിക്കണം. അതിൽ പ്രത്യേകം ആദരവ് അർഹിക്കുന്നവരാണ് പാണക്കാട് സാദാത്യങ്ങൾ. കാരണം എന്താ? വലിയ വലിയ ആലിമീങ്ങൾ അവർക്ക് വലിയ വില നൽകി. മഹാനരായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അവറുകൾ എത്ര വലിയ ആലിമാണ്! പ്രത്യേക സന്ദർഭങ്ങളിൽ ആദരവ് നൽകിയ കുടുംബമാണ് പാണക്കാട് കുടുംബം. ഞങ്ങളത് വിശദീകരിച്ചിട്ടുണ്ട്. ഇ.കെ. ഹസൻ മുസ്ലിയാർ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ സഹോദരനാണ്. അവർ വഫാത്തായ നേരം ഹസൻ മുസ്ലിയാരുടെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി ശംസുൽ ഉലമ അടക്കമുള്ള പണ്ഡിതർ അവിടെ ഉണ്ട്, ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പ അടക്കമുണ്ട്. എന്നിട്ടെന്ന് ശംസുൽ ഉലമ വെയിറ്റ് ചെയ്തതാരെയാ? പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന അന്ന് 30 വയസ്സുള്ള ചെറുപ്പക്കാരനായ സയ്യിദിനെയാണ്. മഹാനരായ ശംസുൽ ഉലമയെ പോലെയുള്ളവർ വലിയ ആദരവ് നൽകുകയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളുടെ നേതൃത്വം ആ കുടുംബത്തിനുണ്ടായതുകൊണ്ടും എല്ലാവരും ആ കുടുംബത്തിനോട് പ്രത്യേകമായ ആദരവ് പ്രകടിപ്പിക്കുകയാണ്.
ഇവര് ഇങ്ങനെ നോക്കുക, തങ്ങൾ എവിടെങ്കിലും ഇരിക്കുന്നുണ്ടോ, അവിടെ ഒരു പെണ്ണ് വരുന്നുണ്ടോ, ഏതെങ്കിലും ഒരു വഹാബിന്റെ കൂടെ ഇരിക്കുന്നുണ്ടോ. അതാ ഞങ്ങൾ പറഞ്ഞു, പാണക്കാട് തങ്ങന്മാരൊന്നും നന്നാക്കാനും അല്ലെങ്കിൽ അവരോട് ഊർതി പറയാനൊന്നും നിങ്ങളായിട്ടില്ല. നിങ്ങളെ ഇരുത്തം ഫുള്ള് വഹാബിന്റെ കൂടെ, മർക്കസിന്റെ ഉള്ളിൽ മുഴുവനും തബ്ലീഗ് ജമാഅത്ത് വഹാബി എല്ലാ സാധനങ്ങളും, അതിന്റെ പുറമെ എല്ലാ നിരീശ്വരവാദികളെയും കൂടെ ഇരുന്ന് അവർക്ക് സർവ്വ സപ്പോർട്ടും ചെയ്ത് നിങ്ങളുടെ പ്രവർത്തകർ തന്നെ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പോകുന്ന സാഹചര്യം. ഇതൊക്കെ എത്ര വാദങ്ങൾ ഞാനിവിടെ എണ്ണി എണ്ണി പറഞ്ഞില്ലേ, നിയല് മുതൽ സ്വപ്നം മുതൽ. ഈ വാദങ്ങളൊക്കെ വാദങ്ങളായി തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾക്ക് എല്ലാ പിന്തുണയും കൊടുത്ത് നിങ്ങൾ വാദിക്കുമ്പോ അവിടെയൊന്നും പാണക്കാട് സാദാത്യങ്ങളെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതാ ഞങ്ങൾ പറഞ്ഞത്. ഇത് വ്യക്തമായ ആശയാണ്. മാത്രമല്ല, ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തനാക്കുന്നത് അവരുടെ സ്വഭാവമാണ്. പാണക്കാട് തങ്ങന്മാരൊക്കെ എല്ലാവരും ആദരിക്കുന്നു, എല്ലാവരും അവിടെ പോകുന്നു. അവരാ സ്വഭാവം മഹിമയാണത്. ഞാനും അൻവരി ഉസ്താദൊക്കെ ഈ അടുത്ത് വലിയ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞങ്ങളൊക്കെ അനുഭവിച്ച ആ ഒരു വലിയ സ്നേഹവും ആ തങ്ങളുടെ വലിയ സ്വഭാവവും, ഇതൊക്കെ മറ്റുള്ള പലരിലും കാണാത്ത ആ ഒരു ആതിഥേയ മര്യാദയും സ്വഭാവവും ഒക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ചതല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത്, അതെല്ലാം ഉൾക്കൊണ്ടത് കൊണ്ടാണ് അവരെ ആളുകൾ ആദരിക്കുന്നത്. അതില്ലാതാക്കാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ അതിൻ്റെ ഒക്കെ അപ്പുറത്താണ്. സാക്ഷാൽ നിരീശ്വരവാദികളെ തൃപ്തിപ്പെടുത്തി കറാമത്ത് വരെ നിർത്തിവെച്ച നിങ്ങൾ ഇപ്പൊ ഈ വിഷയം പറയാൻ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത്? എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോ ഇപ്പൊ പറയാണ്, പലരും എതിർക്കുന്നുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ അവരെയും എതിർത്ത് കാര്യങ്ങൾ പറയുന്നതാണ്. ആ ഒരു വാർത്ത കൂടി കേൾപ്പിച്ചു കൊടുക്കും. പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രം എടുത്തു നോക്കി, ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു 18 പേരെ. ഈ 18 പുരുഷന്മാരാ, ഒരൊറ്റ പെണ്ണിനെയും അവർക്ക് കിട്ടിയിട്ടില്ല. ഈ 18 എണ്ണവും പുരുഷന്മാരാണ്. എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത്? എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത്? ഞങ്ങൾ പറയുന്നതിനിങ്ങനെ കുതിര കയറാൻ വരണോ? ഞങ്ങളെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിമീങ്ങളോടാണ്. അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടണ്ടെന്നു. അപ്പൊ ഞങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളോടാണ്. ഞങ്ങൾ ഈ കറാമത്തൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളോടാ. അതിന് പറ്റാത്തോലെ കേൾക്കണ്ടെന്ന് വിചാരിച്ചാ പോരെ. മുസ്ലിങ്ങളോട് പൊതുവെ പറയുന്നതിന് മുമ്പ് സ്വന്തം ശിഷ്യനോടും മകനോടും പറഞ്ഞ് നോളേജ് സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടകലരലും നിങ്ങളുടെ സിറ്റിങ്ങും ഇതൊക്കെ ഒന്ന് നിർത്തിച്ചിട്ട് മതി പൊതുവെ ഇത് പറയാൻ. അല്ലെങ്കിൽ പിന്നെ എന്ത് ആർജവ ഉള്ളത്, എന്ത് തൻ്റെടാ ഉള്ളത്, എന്ത് ആധികാരികത ഞങ്ങൾക്കുള്ളത്?